സിനിമാ സമരം തുടങ്ങാൻ പ്രധാനപ്പെട്ട കാരണം മോഹൻലാലിന്റെ പുലിമുരുകനാണെന്നാണ് തിരക്കഥാകൃത്തും സംവിധായകനുമായ സിദ്ദിഖ് സമരത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. പുലിമുരുകൻ എന്ന സിനിമയുടെ വിജയം പലർക്കും പിടിച്ചിട്ടില്ല. ഈ സമരത്തിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഈ സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ എല്ലാം നിർമ്മാതാവിന്റെ പോക്കറ്റിലേക്ക് പോവുകയാണല്ലോ. പലരുടെയും ആകുലതയാണ് ഇതിന് കാരണം. കളക്ഷനിലെ 10% കൂടുതൽ തിയേറ്റർ ഉടമകൾക്ക് കിട്ടിയാൽ അതെന്താ മോശമാകുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നിടത്തു നിന്നാണ് സമരം തുടങ്ങിയത്. ഈ വർഷം പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ 23 മുതൽ 25 ചിത്രം മാത്രമാണ് ബോക്സ് ഓഫീസിൽ വിജയം നേടിയത്. അതിൽ നിർമ്മാതാവിന്റെ ലാഭം വളരെ കുറച്ച് മാത്രമാണ്. പുലിമുരുകൻ മാത്രമാണ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ട കളക്ഷൻ നേടിയത്. പുലിമുരുകനിൽ നിന്ന് തുടങ്ങിയതാണ് ഈ സമരം. ആർത്തിയാണ് ഇതിന് കാരണം. ഇത് ന്യായമല്ല, അന്യായമാണ്. അത് ആര് ചെയ്താലും പ്രകൃതിയുടെ ശിക്ഷ ലഭിക്കും. പ്രകൃതി അത് തകർക്കുക തന്നെ ചെയ്യും. സർക്കാർ ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് സിനിമ പ്രദർശിപ്പിക്കാനാണ്, അല്ലാതെ മുടക്കാനല്ല. റേറ്റും കാര്യങ്ങളും എല്ലാം ബന്ധപ്പെട്ട് തീരുമാനമെടുത്തതാണ്. അതിൽ വർധനവ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒത്തുചേർന്ന് ചർച്ചകളിലൂടെ നടപ്പാക്കേണ്ടതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു സമരം നടത്തി മറ്റുള്ളവരുടെ അരിക്കലം എറിഞ്ഞു ഉടയ്ക്കുകയല്ല വേണ്ടത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.